കോതമംഗലം മാർത്തോമൻ ചെറിയപള്ളിയിലെ ചേരിതിരിഞ്ഞുള്ള സോഷ്യൽ മീഡിയ യുദ്ധം യാക്കോബായ സഭാ നേതൃത്വത്തിന് തലവേദനയായി. പള്ളിയിലെ ഒരു വിഭാഗം ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്ക് പള്ളി കമ്മിറ്റിക്കാർ ഇരുട്ടിൽ തപ്പുന്നു. ഇപ്പോഴത്തെ പള്ളി മാനേജിംഗ് കമ്മിറ്റിയിൽ 1934 ഭരണഘടന അംഗീകരിച്ച് കൈപ്പൊക്കിയവർ ആര്, എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ട്രസ്റ്റ് പ്രൈവറ്റ് ആണോ? പള്ളിയും ഇടവകക്കാരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാണ് ട്രസ്റ്റുകാർ? നാളിതുവരെ പള്ളിയുടെ പേരിൽ വാങ്ങിയ സ്ഥലം ഇപ്പോൾ ട്രസ്റ്റിൻ്റെ പേരിൽ എങ്ങനെ വാങ്ങി? ഉടമസ്ഥർ ആര്? ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു? പള്ളി മാനേജിംഗ് കമ്മിറ്റിയാണ് പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ അവരറിയാതെ എങ്ങനെ പലരും ഡയറക്ടർ, ട്രഷറർ, മാനേജറൊക്കെ ആകുന്നു? പള്ളി മാനേജിംഗ് കമ്മിറ്റി അറിയാതെ എങ്ങനെ പള്ളിയും സ്ഥാപനങ്ങളും വെച്ച് ട്രസ്റ്റ് കോടികൾ ലോൺ എടുക്കുന്നു? പള്ളിയുടെ സ്ഥാപനങ്ങളുടെ പേരിൽ എങ്ങനെ പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി? പള്ളി കേസ് തോൽക്കാൻ ഭരണസമിതി റദ്ദ് ചെയ്ത 1108 ഉടമ്പടി കോടതിയിൽ ഹാജരാക്കിയത് ആർക്കു വേണ്ടി? സഭാ നേതൃത്വം പുത്തൻകുരിശിൽ പൂഴ്ത്തിവെച്ച പള്ളിയുടെ അതിപുരാതന രേഖകൾ കോടതിയിൽ ഹാജരാക്കാതെ പള്ളിയിൽ കൊണ്ടുപോയി മുക്കിയതാര്? പള്ളി മെൻപുട്ടിലെ രേഖകൾ നാടുകാണിയിലെ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതെങ്ങനെ? എല്ലാ കള്ളകളികളിലും പങ്കാളിയായ 8 വർഷം കാലമായി വികാരിയായിരുന്ന വികാരിയെ ഗുണ്ടകളെ ഉപയോഗിച്ച് പള്ളിയിൽ ഗുണ്ടായിസത്തിലൂടെ വീണ്ടും വികാരിയാക്കിയത് എന്തിനു വേണ്ടി? വേറെ 4 സഹവികാരിമാർ പള്ളിയിലുള്ളപ്പോൾ ഓരോ വർഷവും വികാരിമാർ മാറി മാറി വരണം എന്നിരിക്കെയാണ് ഈ വികാരി 8 വർഷമായി തുടരുന്നത്. പള്ളിക്ക് സ്വതന്ത്രമായി ഉടമ്പടി ഉണ്ടായിരിക്കെ അതനുസരിച്ച് ഭരണം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല, അങ്ങനെ ഒരു ഉടമ്പടിയില്ല എന്നു പറഞ്ഞ് വികാരിയുടെ അനുവാദത്തോടെ ഉടമ്പടി അസ്ഥിരപ്പെടുത്തിയവർ ആര്? ഉടമ്പടിക്ക് വേണ്ടി ഇടവകക്കാർ പള്ളിക്കേസിൽ കക്ഷി ചേരുന്നതെന്ന് പള്ളി ഭരണസമിതി എന്തിനു കോടതിയിൽ വാദിച്ചു? പള്ളിയിൽ ഇലക്ഷൻ നടത്താമെന്നിരുന്നിട്ടും തോമസ് പോളിനെ കാട്ടി ഇലക്ഷൻ നടത്താതെ ഇടവകക്കാരെ കബളിപ്പിച്ചതാര്? പ്രൈവറ്റ് ട്രസ്റ്റ് രൂപീകരിച്ച് സ്വത്ത് തട്ടാൻ വേണ്ടി ആയിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്കാണ് ഇടവക ഭരണസമിതിക്ക് ഉത്തരം മുട്ടുന്നത്.